ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹൈദരാബാദി കിച്ചൺ. ഇനി അവിടെ ഉണ്ടാക്കാൻ പോണത് വെറൈറ്റി ആയ ഒരു കുഞ്ഞ് പൂവടയാണ്. ഈ കുഞ്ഞ പൂവട എങ്ങനെ ഉണ്ടാക്കുക എന്താ നമുക്ക് കാണാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ്. സാധാ നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങ ചെരുകിയത്, ശർക്കര. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ആദ്യം നമ്മൾ അരിപ്പൊടി വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിക്കും ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതിന് ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഇതേപോലെ വീഡിയോയിലൊക്കെ അടയ്ക്കുന്ന പോലെ ചെറിയ ചെറിയ ബോളായിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ പ്രസ്സായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് വേറെ പാത്രത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും ഒന്ന് ഇതേപോലെ പ്രസ്സാക്കി വെച്ചാൽ മതി. വിരലുകൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാതും പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളം തളിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്ലേറ്റുമ്മേ നെയ്യ് ആക്കി വെക്കാം. നെയ്യാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് സാധാ നമ്മൾ പൂവട ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അപ്പോൾ അതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു വെറൈറ്റി ആയില്ലേ ഒരു പൂവടയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.